എല്ലാവർക്കും നമസ്കാരം. പ്രസാദ് വൈദ്യർ, കാർത്തിക ആയുർവേദിക്സ്, അഞ്ഞൂർ നമ്പിശമ്പടി. ഇന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ലൈംഗിക ബലക്കുറവിനെ കുറിച്ചാണ്. ലൈംഗിക ബലക്കുറവ് എന്നുള്ളത് ഒരുപാട് പേരിൽ, കാരണം ഇന്നത്തെ കാലത്ത് പുരുഷന്മാരിൽ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന ഒന്നാണ് ലൈംഗിക ബലഹീനത. എന്താണ് ലൈംഗിക ബലഹീനതയ്ക്ക് കാരണം? ഇതിനൊരുപാട് കാരണങ്ങളുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വന്ന് മാനസിക സംഘർഷം, അതുപോലെ തന്നെ പ്രഷർ, പ്രമേഹം, കൊളസ്ട്രോള്, അങ്ങനെ ഷുഗറൊക്കെ വന്ന് നന്നായി നമുക്ക് ആരോഗ്യത്തിന്റെ ധാതുപുഷ്ടി നഷ്ടപ്പെടും. ധാതുപുഷ്ടി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ കടബാധ്യതകളൊക്കെ വന്ന് മാനസികമായിട്ട് അവിടെ പൈസ കൊടുക്കാണ്ട് ഇവിടെ പൈസ കൊടുക്കാണ്ട് അങ്ങനെ ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് മാനസികമായിട്ട് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ സംഭവിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ലൈംഗിക ഉത്തേജനം ഉണ്ടാവില്ല. ധാതുപുഷ്ടി വളരെയധികം വീക്കായിട്ട് വരും. ഇതൊക്കെ ഇതിന് കാരണങ്ങളാണ്. ഇപ്പൊ കലഹങ്ങളൊക്കെ ഉണ്ടായിട്ട് ആകട്ടെ ടെൻഷൻ അടിച്ച് ഇരിക്കുന്ന സമയത്ത് നമ്മളെല്ലാ തരത്തിലും വീക്കാവും. ഈ വീക്കായിട്ടുള്ളതിനെ നമ്മൾ റിക്കവർ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ മാനസിക പ്രശ്നം കൊണ്ടൊക്കെ വീക്കായിട്ടുള്ളത് തന്നെ റിക്കവറായി വരും. നമുക്ക് സന്തോഷം, ഹാപ്പിനെസ്സും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തന്നെ അത് റിക്കവർ ആവും. പക്ഷേ ഹെൽത്തി പരമായിട്ട് നമ്മൾ വീക്കായി കൊണ്ടിരിക്കുന്നു. അതിന് ഒന്നാമത്തെ കാര്യമാണ് നമ്മൾ ബ്രോയിലർ ചിക്കൻ കഴിക്കുന്നതൊക്കെ. ഈ ഹോർമോൺ കുത്തിവെച്ചിട്ടുള്ള ചിക്കനൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിന്റെ ഹോർമോണ് നമ്മൾക്ക് വന്ധ്യത ഉണ്ടാക്കും. ബലക്ഷയം, വന്ധ്യത, താല്പര്യക്കുറവ്. പിന്നെ താല്പര്യമൊക്കെ മനസ്സിലുണ്ടെങ്കിലും ഈ ആള് എണീക്കൂല, ചുക്കിച്ചുളിഞ്ഞ് അവിടെ ഇരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു ഘട്ടത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ് ഇന്ന് ഒരുപാട് പേര്. കാരണം ഒരു 28 വയസ്സിന്റെ ഒക്കെ മുകളിൽ തന്നെ അതിൽ കുതിരശക്തിയുടെ പവറായിട്ട് നിൽക്കേണ്ട സമയത്ത് പോലും ഇതിന് ഒരു താല്പര്യമില്ലാണ്ട് നടക്കണം. താല്പര്യം മനസ്സിൽ വേണമെന്നുണ്ട്, എണീറ്റെങ്കിലല്ലേ നടക്കുള്ളൂ. അപ്പൊ ആ ഒരു പ്രശ്നം ഫീൽ ചെയ്തിട്ട് ഒരുപാട് പേര് നമ്മുടെ അടുത്തേക്ക് വരാറും വിളിക്കാറൊക്കെ ഉണ്ട്. പക്ഷെ അതിനൊക്കെയുള്ള ഏറ്റവും പക്ക എന്ന് പറയുന്നത് നല്ലത് ആയുർവേദത്തിലുള്ള ട്രീറ്റ്മെന്റ് ആണ്. ഈ ആയുർവേദത്തിലെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ തന്നെ അത് ഒരുപാട് ഗുണങ്ങളുണ്ട് അതിന്റെ. നമ്മളിപ്പോ എല്ലാവരും ചെയ്യുക, പെട്ടെന്ന് ഈ കാര്യം നടക്കാൻ വേണ്ടി ഈ ലൈംഗിക ബന്ധത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഒരു ഗുളിക മേടിച്ച് കഴിക്കും. നമ്മളെ വയാഗ്ര പോലുള്ള ഒരുപാട് മരുന്നുകളുണ്ട്. ഇതൊക്കെ നമ്മളെ ഹാർട്ടിനൊക്കെ നന്നായിട്ട് ബാധിക്കും. അതാണ് മറ്റൊരു പ്രശ്നം. അതുപോലെ തന്നെ നമുക്ക് ഇതിനെ ഉണ്ടായിരുന്ന ധാതുപുഷ്ടിയെ ബൂസ്റ്റ് ചെയ്യിച്ചിട്ട് അന്നത്തെ കാര്യം ഗംഭീരമാക്കും. പിന്നെ എന്നേക്കുമായിട്ട് സാധനം ചുളിഞ്ഞിട്ട് വരും, അകം വലിച്ച പോലെയും. അപ്പോൾ ഈ ഒരു പ്രശ്നം തന്നെ നമ്മൾ പരിഹരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും നല്ലത് നമ്മളെ ബേസിക് ആയിട്ട് അടിയിൽ നിന്ന് തന്നെ എന്നേക്കുമായിട്ടുള്ള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമല്ലാതെ എന്നേക്കുമായിട്ടുള്ള പരിഹാരം നമ്മൾ ചെയ്യാണ് വേണ്ടത്. ഇതിന് നമ്മൾ ഒരുപാട് പുസ്തകങ്ങൾ എൻ്റെ ഗുരുപരമ്പരകളിൽ തന്നതും അതുപോലെ തന്നെ മാന്ത്രികപരമായിട്ട് നമ്മൾ പഠിക്കാൻ പോയിട്ട് അവിടുന്ന് കിട്ടിയതുമായിട്ട് അങ്ങനെ ഒരുപാട് ഇതിനോട് ബന്ധപ്പെട്ട ചികിത്സകളുടെ ഇതിലൊക്കെ ഏറ്റവും ഉത്തമമായിട്ട് കാണുന്ന ഔഷധ ചേരുവകൾ എന്നാണ് കുറുന്തോട്ടി, അമക്കൂരം, നായക്കണ്ണ പരിപ്പ്, ശതവാരിക്കിഴങ്ങ്, നിലപ്പനക്കിഴങ്ങ്, പാൽമുതിക്കും കിഴങ്ങ്, പിന്നെ മുരിങ്ങാക്കുരു, സഫേദ് മുസ്ലി, ഇങ്ങനെയൊക്കെയുള്ള മരുന്നുകൾ, ഞെരിഞ്ഞെല്ലി, ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു മിശ്രിതം ഉണ്ട്. ആ മിശ്രിതത്തിൻ്റെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ത്വക്ക്, ചർമ്മം, മാംസം, രക്തം, അസ്ഥി, മജ്ജ, മേജസ്, ശുക്ലം, ഇത്രയും കാര്യങ്ങളെ റിക്കവറായി വരുന്നതാണ്. നമ്മുടെ ശരീരത്തിന്റെ 8ാമത്തെ സ്റ്റേജാണ് ബീജം എന്നുള്ളത്. ഈ 8ാമത്തെ സ്റ്റേജിന്റെ താഴേക്കുള്ള 7 സ്റ്റേജിനും ഇത് എഫക്റ്റീവാണ്. പിന്നെ അത് 8ാമത്തെ ആയിട്ടുള്ള ബീജം എന്നുള്ളതിന് അത് അങ്ങേയറ്റം എഫക്റ്റീവാണ്. ഇതിനെ റിക്കവറാക്കി ലൈംഗികപരമായിട്ടുള്ള ഉത്തേജനം ഉണ്ടാക്കാനും മനസ്സിൽ വികാരം തോന്നുമ്പോൾ ലിംഗത്തിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ ചെയ്ത് ആ ലിംഗത്തെ കുതിരശക്തി എന്നല്ല ഒലയ്ക്ക പോലെയുള്ള പവർ കിട്ടണമെങ്കിലും ഇതിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ മരുന്നുകൾ കഴിക്കുന്നത്. ഇതിന്റെ പുറമെ തന്നെ ഇത് ചുങ്ങിയിട്ട് ആകെ രക്തോട്ടല്ലാണ്ട് കിടക്കുന്ന കുറെ സംഭവമുണ്ട്. ലിംഗത്തിന്റെ അവസ്ഥ ഉണ്ട്. ഇത് ചൂട്ടും കെട്ട് കത്തിച്ചാലും വേണോ വേണ്ടേ ചേട്ടായിരിക്കും. മൂത്രം ഒഴിക്കണ വെച്ചാൽ കുട്ടി സഞ്ചാരം മുകളിൽ നിന്ന് പിടിച്ച് വലിച്ചെടുത്തിട്ട് വേണം മൂത്രം ഒഴിക്കാം. മഴക്കാലറ്റം വന്ന് തണുത്തിട്ടായിരിക്കണ പണി കഴിഞ്ഞ് പിന്നെ ഫേവിക്കോൾ ഇട്ട് ഒട്ടിച്ച പോലെയാണ് എന്ത് ഈ മണിത്തരിമ മുട്ടമണി ഇരിക്കുന്നത്. ഒട്ടി പിടിച്ചിട്ടേ അട്ട പിടിച്ച പോലെ ആ സാധനം വലിച്ചെടുത്തിട്ടാണ് ഒരു കുഞ്ഞിക്കൈയിൽ മൂത്രം ഒഴിക്കാം. അതൊരു 10 മിനിറ്റ് പുറത്തിട്ട് കാറ്റൊക്കെ തട്ടി കഴിഞ്ഞാലാണ് എന്ത് ഇത് മൂത്രം തന്നെ വരും. അത്രയ്ക്കും ബലഹീനതയായി ഉണ്ടാവും. ഇത് മൂത്രം ഒഴിക്കാൻ പോലും പറ്റാത്ത തരത്തിലായി ഉണ്ടാവും. ഇതിന് നമ്മൾ എന്ത് വേണമെന്ന് വെച്ചാൽ തൈലം പറ്റണം വേണ്ട.
ഈ തൈലത്തിന് നമ്മൾ വാജീകരണാദി തൈലം എന്നാണ് പറയുക. അതിന് നമ്മൾ ഇതുപോലെ തന്നെ കുറുന്തോട്ടി അമുക്കൂരൊക്കെ ഇട്ടിട്ട് മാതളത്തോട് ഇതൊക്കെ ഇട്ട് കാച്ചണ തൈലാണ്. അപ്പോൾ ഇത് നമ്മളേന്ന് മേടിക്കാറുണ്ട് ആൾക്കാർ. ഇത് മേടിച്ചു കഴിഞ്ഞാൽ നല്ലോണം വീക്കായിട്ടുള്ള സാധനമാണെങ്കിൽ നമുക്കൊരു മാസത്തോളം ഉപയോഗിക്കണം. കാരണം വെച്ചാൽ 20 ദിവസമൊക്കെ ഉപയോഗിച്ചാലാണ് ഈ ഇതിലേക്കുള്ള ഞരമ്പുകളൊക്കെ പവർഫുള്ളായി ഇട്ട് വരുള്ളൂ. ഈ വരണതിൻ്റെ മുന്നേ നമ്മൾ വരണമെങ്കിൽ തൈലത് പുരട്ടി കഴിഞ്ഞിട്ട് നമ്മൾ നന്നായി ഒന്ന് മസാജ് ചെയ്യലൊക്കെയാണ് പതിവ്. പക്ഷേ ഇത് മസാജ് ചെയ്യണ നേരത്ത് തന്നെ സമയം പോകും. അപ്പം മസാജ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വീക്കാവുക ചെയ്യണം. ഇപ്പോൾ ആൾക്കാർക്ക് ഉണ്ടായിരുന്ന അതുകൂടി ഇല്ലാണ്ടാവുക. അപ്പം അതിന് വേണ്ടിയിട്ട് എന്താണെന്ന് വെച്ചാൽ ഇതിന് മറ്റൊരു ഏറ്റവും ഫലവത്തായിട്ടുള്ള ടെക്നോളജി എന്ന് പറയുന്നത് നമ്മൾ നിന്നിങ്ങനെ ചാടണം. ചാടുക എന്ന് പറഞ്ഞാൽ ആകെ എക്സസൈസ് ചെയ്ത പോലെ ഉണ്ട് കൊട്ടമ്പ ചാടുകയല്ല, കുണുങ്ങി ചാടുക. ചാടുന്ന നേരത്തിൽ ലിംഗം ഇങ്ങനെ കൊടയണം. കുടഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു 10 മിനിറ്റ് ചാടിയാൽ മതി. അതാണ്ട് പറ്റിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലത്തെ ഒരിക്കലും രക്തോട്ടൊക്കെ വന്നിട്ട് നമ്മളെ ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു ഈ സാധനം അത് നിലയ്ക്കിട്ട് വരും. അതിനാണ് ഈ ചാടാൻ പറയുന്നത്. ഇത് നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് 2 മാസമായിട്ട് ഈ തൈലം തീരുന്നില്ല. കാരണം പൈസ കൊടുത്ത് മേടിക്കേണ്ട വെച്ചിട്ട് ഇത് പരട്ടൂല. ഈ ആള് നിന്ന് ചാടും. ചാടിയതിന് ശേഷം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വൈദ്യരേ തൈലൊക്കെ പരട്ടി ഞാൻ 2 മാസമായി തുടങ്ങിയിട്ട് ഇപ്പോഴൊന്നും ഒരു എനക്കം വന്നിട്ടില്ല, തൈലം ഇഞ്ഞും ബാക്കിയിരിക്കുകയാണ്. അപ്പൊ 2 മാസമായിട്ടും ഈ 2 സംഭവം പരട്ടിയിട്ട് തീർന്നിട്ടില്ല. ഈ സാധനം 21 ദിവസമാകുമ്പോഴേക്ക് തീരണം. അതൊരു മാസം കൊണ്ടെങ്കിലും തീരണം. മുമ്പ് 2 മാസം പരട്ടിയിട്ട് ഇരിക്കുകയാണ്. മുട്ടമണിയുടെ മുകളിലത്തെ മൊളി പോയിട്ടുണ്ടാവും അല്ലാണ്ട് അതിന് ഞരമ്പൊന്നും എനിക്കുണ്ടാവില്ല. എന്നിട്ട് പറയണത് എന്താ, ചാടല് തുടങ്ങിയിട്ട് 2 ചാടി നോക്കുമ്പോൾ കൊളസ്ട്രോള് കുറഞ്ഞു, പ്രഷർ കുറഞ്ഞു, അങ്ങനെ BP കുറഞ്ഞു, ഷുഗർ കുറഞ്ഞു, ഒക്കെ കുറഞ്ഞു, തടിയൊക്കെ കുറഞ്ഞു, വയറ് കുറഞ്ഞു, ഒക്കെ ആയിട്ട് ഞാൻ നല്ലതായി. പക്ഷെ മറ്റാൾ അവിടെ കെടുക്കട്ടാന്നാണ്. അപ്പൊ ചിരി വരച്ചാല് ഇത് ചാടിയപ്പോ ഇത്രയും സാധനങ്ങൾക്കൊക്കെ ഗുണമുണ്ടായി, മറ്റാളെ എത്തിയിട്ടില്ല. പക്ഷെ അതുകൊണ്ട് എനിക്ക് ടെൻഷൻ ഇതൊക്കെ കുറഞ്ഞല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് നമ്മളോട് ഇത് പറയണേ. പക്ഷെ ഇതിന് വേണ്ടത് എന്താ വെച്ചാല് ഇതൊരു കുളിർക്കെ പരട്ടി കഴിഞ്ഞിട്ട് നമ്മളത് ഇങ്ങനെ കുടയുമ്പോൾ അതിനുള്ള ഒരു ഒലിക്കുന്ന തരത്തിൽ പറ്റണം. വെറുതെ കുറച്ചിട്ട് എടുത്തിട്ട് ഇങ്ങനെയൊക്കെ എടുക്കും. കുപ്പി ഇങ്ങനെ ഇങ്ങനെ പിടിക്കും, എന്നിട്ട് ഇങ്ങനെ ചെരിച്ചിട്ട് എടുക്കും. എന്നിട്ട് ഇവിടെ തരിയായി ഉണ്ടാവും. അത് എടുത്തിട്ട് ഇങ്ങനെ ആക്കിയിട്ടുണ്ട് പറ്റി കഴിഞ്ഞാൽ മുട്ടമണിയമ്മത്തെ മൊളി പോയിട്ടുണ്ടാവുള്ളൂ. അല്ലാണ്ട് സാധനം ഇടിക്കാതെ ഒരു തരത്തിലുള്ള ഒരു കഥ ആയിണ്ടാവില്ല. അതൊരു കുളിർക്കനെ പരട്ടിയിട്ട് നമ്മൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് കുളിക്കാൻ വേണ്ടിയിട്ടോ കഴുകാൻ വേണ്ടിയോ പോകുന്നേക്കാൾ മുമ്പ് വേണം ഇത് ചാടാൻ. ഈ ചാടി കഴിഞ്ഞാൽ പലത്ത് ഞരമ്പിലേക്ക് സർക്കുലേഷൻ വന്ന് സാധനമായിട്ടതായി പെടഞ്ഞ് എനിറ്റാണ്ട് സൂപ്പറായിട്ട് വരും. ഇത് ഞാൻ ഭാവനയിൽ ഉണ്ടാക്കിയ സംഭവം ഇങ്ങനെ കുടഞ്ഞാൽ അങ്ങനെ ഒന്നല്ല. ഇത് ട്രീറ്റ്മെന്റ് ആട്ടാ. നിങ്ങളിത് നമ്മൾ ഒരുപാട് ആളുകൾക്ക് ഇത് ചെയ്തിട്ട് റിസൾട്ട് ഉള്ളത് കൊണ്ടും 10-20 വർഷം നമ്മൾ ഈ വൈദ്യമേഖലയിൽ ഉണ്ടായിട്ടും നമ്മൾ 15 വർഷത്തോളമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതും ആയതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ ഇതിന്റെ കൂടെ നമ്മൾ കഴിക്കേണ്ട ഒരു പൊടിയുണ്ട്. അതാണ് ഈ പറഞ്ഞത്, ഈ അമുക്കൂരം, നായ്ക്കൊണ്ട പരിപ്പിന്റെയൊക്കെ പൊടി. ഈ പൊടിയും കൂടി കഴിക്കുമ്പോഴാണ് നമുക്ക് എന്താണ് സപ്തനാഡീ ഞരമ്പുകളെ ഉത്തേജിപ്പിക്കും. ഹെൽത്ത് കായകൽപ്പ ചികിത്സ എന്ന് പറയുന്നത് പോലെ ഉള്ള ചികിത്സ ചെയ്തതിന്റെ ആരോഗ്യം നമുക്ക് ഉണ്ടാവുക. ഈ ചുളിവുകൾ മാറും. അത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ കഴിക്കട്ടെ. ഇതൊക്കെ ഈ ബുദ്ധി കുറവുള്ള കുട്ടികൾക്ക് കഴിക്കുക, അതുപോലെ തന്നെ ഒക്കേനും മടിയുള്ള ആൾക്കാർക്ക് കഴിക്കുക, അതുപോലെ ആരോഗ്യത്തിന് സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമുക്ക് വെറുതെ കഴിക്കാം. അത് ആണിനും കഴിക്കാം പെണ്ണിനും കഴിക്കാം. ഇത് കഴിക്കുമ്പോഴുള്ള ഗുണം എന്ന് പറയാം ത്വക്കിന്, ചർമ്മത്തിന്, മാംസത്തിന്, രക്തത്തിന്, അസ്ഥി, ത്വക്ക്, ചർമ്മം, മാംസം, രക്തം, അസ്ഥി, മജ്ജ, മേജസ്, ശുക്ലം. അപ്പോൾ ഈ ത്വക്കും ചർമ്മം കാര്യങ്ങളൊക്കെ മേജസ് എന്ന് പറഞ്ഞപ്പോൾ പ്രസരിപ്പിനാണ്. അതിട്ടാണ് ശുക്ലത്തിന്. അത്രയ്ക്കും എഫക്റ്റീവാണ് ഈ സാധനം. അത് നമ്മൾ മാസത്തിൽ ആകെ 90 ദിവസം കഴിക്കണ്ടോ, ഒരു വർഷത്തിൽ കഴിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ റിക്കവറായി. വീക്കായിട്ടുള്ള ആൾക്കാരാണ് 90 ദിവസം കഴിക്കണ്ടോ. അല്ലെങ്കിൽ വർഷത്തിൽ നമ്മളൊരു പാക്കറ്റ് ഒരു മാസം മാത്രം കഴിച്ചാൽ മതി. ഇതൊരു മാസത്തെ മരുന്നിന് വേണ്ടി നമുക്ക് വരുന്നത് വെറും 1000 ഉറുപ്പിയാണ്. ഇത് നമ്മൾ സ്വന്തമായിട്ട് മരുന്ന് വാങ്ങി പൊടിച്ച് അതിൻ്റെ 1 കിലോ പൊടിക്ക് 60 രൂപയാണ്. അത് പൊടിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ വേസ്റ്റൊക്കെ കംപ്ലീറ്റ് ഉണ്ടാവും. അതൊരു പൊടിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ 25 കിലോ പൊടിപ്പിക്കുമ്പോൾ നമുക്ക് 3 കിലോ കുറയും. അതിൻ്റെ മാത്രമല്ല ഇതിൻ്റെ വേസ്റ്റ് പോകും. പിന്നെ ഇത് അരിച്ച് പാക്ക് ചെയ്ത പണിക്കൂലി നെറ്റ് എടുത്തിട്ടാണ് നമ്മൾ ഒരു മാസത്തേക്ക് 650 രൂപയ്ക്ക് നിങ്ങൾക്ക് തരുന്നത്. കാരണം ഈ മരുന്ന് കച്ചവടം ഒരു ബിസിനസ് ആക്കുക അല്ലെങ്കിൽ കാശുണ്ടാക്കാൻ എന്നുള്ളതല്ല, ജീവിക്കാനൊരു മാർഗത്തിനുള്ളൊരു വഴി. നമ്മൾ പണിയൊക്കെ എടുത്തിട്ട് എന്താ പറയുക ജീവിക്കാൻ ഗതിയിലാണ്ട് നടക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് നമ്മുടെ ഒരു കൂലിക്കാശ് മാത്രമാണ് ഇതിന് എടുക്കുന്നത്.
എന്നിട്ട് നിങ്ങൾക്ക് ഈ തൈലവും ഈ പൊടിയും കൂടിയിട്ട് നമ്മൾ അയച്ചു തരുന്നത് വെറും 1000 ഉറുപ്പിക്കാണ്. നിങ്ങൾ ചിക്കൻ കഴിച്ച്, മട്ടൻ കഴിച്ച്, അൽഫാം കഴിച്ച്, ഇതൊക്കെ കഴിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും ഒരു കാര്യമല്ല. നിങ്ങളുടെ ആണുങ്ങളുടെ ബലഹീനതയ്ക്ക് പൂർണ്ണമായിട്ടും മാറ്റത്തിന് ഇങ്ങനെയുള്ള ഔഷധങ്ങൾ കഴിക്കണം. ഇനി നിങ്ങൾ മരുന്നൊന്നും കഴിക്കണ്ട. നിങ്ങൾ എന്തെങ്കിലും മേടിച്ച് തിന്നുന്നത് ബദാം പരിപ്പോ അണ്ടിപ്പരിപ്പ്, അതുപോലെ തന്നെ നമ്മൾ ഈത്തപ്പഴം, ഇതിനോട് ബന്ധപ്പെട്ട ജ്യൂസുകളോ പഴങ്ങളോ വാങ്ങി കഴിക്കുക. അതല്ലാതെ ഞാൻ അൽഫാം ചിക്കൻ ഫ്രൈ കഴിച്ചു, മട്ടൻ ഫ്രൈ കഴിച്ചു, ചുക്ക കഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല, വേണ്ട എന്ന് വെച്ചിട്ടാണ് ഈ പറയുന്നത്. അപ്പൊ ഇതിന് അതാണ് സംഭവം. പിന്നെ പുരുഷന്മാരായിട്ടുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇത്രയും കാര്യങ്ങൾ വീക്കായി കൊണ്ടിരിക്കുന്ന നേരത്ത് നമ്മൾ എന്ത് വേണം, ഇതിന് പരിഹരിക്കുക വേണം. ഇതിന് നമ്മൾ ഈഗോ കാണിച്ചിട്ടോ അല്ലെങ്കിൽ വീട്ടുകാരറിയോ എന്ന് വിചാരിച്ചിട്ടോ ടെൻഷൻ അടിച്ചിട്ടോ ഒരു കാര്യമില്ല. കാരണം ഇത് അവനാന്റെ ഈ സാധനം പവർഫുൾ ആവണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം, നമ്മൾ തന്നെ മരുന്ന് കഴിക്കണം. ഭാര്യമാരെ കുറച്ച് ചീത്ത പറഞ്ഞിട്ടും അവൾക്ക് അന്ധവിശ്വാസമാണ്, അവള് ജോവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റം പറഞ്ഞിട്ടൊന്നും നമ്മൾ വലുതാവില്ല. നമ്മളെ പ്രശ്നങ്ങൾ തീരില്ല. പ്രശ്നങ്ങൾ മറ്റുള്ള ഈ ഭാര്യമാരുടെ ഇഷ്ടങ്ങളും മോഹങ്ങളും ഒക്കെ ഭർത്താക്കന്മാരോട് കാണിക്കുമ്പോൾ ഈ ഭർത്താക്കന്മാർ ഈ സംഭവം എനിക്കാത്ത കാരണം എന്തായി, ഇവരെ കുറ്റം പറഞ്ഞിട്ടും കളിയാക്കിയിട്ട് ചീത്ത പറഞ്ഞിട്ടും പേടിപ്പിച്ച് നിർത്തും. അതുകൊണ്ട് എന്താ ഉണ്ടാവുക, നമ്മളോട് ഭാര്യമാർക്കുള്ള ഇഷ്ടവും പോവുകയും ചെയ്യും, അവര് മറ്റു മാർഗങ്ങളിലേക്ക് പോകും. കാരണം വെറുപ്പ് ആവുകയാണ്, ഒരു ഗുണം അവിടെ നിന്നിട്ട് കിട്ടണില്ല. അപ്പോ അതാണ് പറയുന്നത്. കാരണം വെച്ചാൽ നമുക്ക് വയ്യെങ്കിൽ അവർ സഹിക്കാൻ തയ്യാറാണ്, പക്ഷെ നമ്മളെ പീഡനം അവർ സഹിക്കാൻ തയ്യാറല്ല. ഏതൊരു പെണ്ണും ഭർത്താവിന്റെ മുട്ടമണി ചുങ്ങി പോയി എന്നിട്ട് ഓടിപ്പോയിരുന്നുണ്ടാവില്ല, പക്ഷെ നമ്മളെ പീഡനം സഹിക്കാൻ പറ്റാണ്ട് പോയിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് എന്താ പറയണത് വെച്ചാല്, നിങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ മരുന്നിന് ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന്റെ പേരോ വിലാസോ ഒന്നുമില്ലാണ്ട് നമ്മൾ അയച്ചു തരാം. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കിത് എങ്ങനെയെങ്കിലും വിറ്റ് തീർന്നാൽ മതിച്ചിട്ടല്ല, നിങ്ങളത് എങ്ങനെയെങ്കിലും തട്ടി പൊക്കണം ചിട്ടുമല്ല, നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം നിങ്ങളിൽ തന്നെ ഉണ്ട്. ഇത് വീട്ടുകാരെ അറിയുമെന്ന് വിചാരിച്ചിട്ടോ കുടുംബക്കാരെ അറിയുമെന്ന് വിചാരിച്ചിട്ടോ ടെൻഷനോ ചമ്മലോ ഈഗോസൊക്കെ അടിച്ചിട്ട് ഇരിക്കുന്നവരുണ്ടെങ്കിൽ ഈ ചുക്കി ചുളിഞ്ഞ സാധനമൊക്കെ മാറ്റിയിട്ട് നല്ല പൗരുഷത്തിന്റെ കുതിരശക്തി നേടിയെടുക്കാൻ പറ്റും. അതാണ് നമ്മൾ പറയണത്. നമ്മളൊരു വൈദ്യരായതുകൊണ്ട് നിങ്ങളുടെ ഒരു പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ട് എന്നുള്ളത് നമ്മൾ ജ്യോതിഷപരമായിട്ടും മാന്ത്രികപരമായിട്ടും കൈകാര്യം ചെയ്തിട്ട് 90% കുടുംബത്തെയും പ്രശ്നം ഈ സംഭവത്തിൻ്റെയാണ്. അപ്പൊ അത് പറഞ്ഞു തരുന്നതാണ് ഈ കാര്യം. കാരണം എന്താ വെച്ചാൽ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ നിങ്ങളുടെ സുഹൃത്തുക്കളോട് സംസാരിക്കുന്ന പോലെ നമ്മൾ ചെയ്യുന്നത്. ഒരു എഡിറ്റിംഗ് മേഖലയും ഭയങ്കര സ്റ്റുഡിയോയിൽ വെച്ചിട്ടൊന്നല്ല, നമ്മൾ ഒരു പേഷ്യൻസിനോട് സംസാരിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ഒരു സുഹൃത്തുക്കളോട് പറയുന്ന പോലെയാണ് നിങ്ങളോട് ഇത് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതൊക്കെ കഴിക്കാതെ നമ്മൾ വെറുതെ ബലം പിടിച്ചിട്ട് കുടുംബം തല്ലുകൂടിച്ച് അല്ലെങ്കിൽ ചീത്തപ്പേരുണ്ടാക്കി നമ്മുടെ ഭാവി അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന്റെ ആ സ്നേഹ സംരക്ഷണം തന്നെ നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഏത് തരത്തിലാണെങ്കിലും ഇതിന് അങ്ങേയറ്റം ഫലമുള്ള ഒരു കാര്യമാണ് ഈ സംഭവം. ഇതിന് അശ്വഗന്ധ കൽപ്പചൂർണം എന്ന് പേരിലാണ് നമ്മൾ ഇതിനറിയപ്പെടുന്നത്. ഇത് 3-4 തരത്തിലുള്ളതുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഇതേപോലെ സംഭവമുണ്ട്. അല്ല, കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ളവർക്ക് ഇതുപോലത്തെ മരുന്നുകൾ, അതിൽ 1-2 മരുന്നുകൾ കൂടുതലുണ്ട്. നമ്മൾ വന്ധ്യതയും ബലക്ഷയം മാറാനുള്ളവർക്ക് ഇതുണ്ട്. ഈ മരുന്ന് കഴിക്കുന്നവർക്ക് ഹാർട്ട് ഓപ്പറേഷൻ ചെയ്താലോ അല്ലെങ്കിൽ സ്റ്റഡ് ഇട്ടവരോ മറ്റുള്ളവർക്കും ഒന്നും ഇത് പ്രശ്നമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു തിന്നാണ്ട് കഴിച്ചാൽ നാളെ പെട്ടെന്നാണ്ട് രക്തക്കൊള്ളൊക്കെ കണ്ട് തുറന്നുണ്ടായിട്ട് ആകെ പ്രശ്നം ഉണ്ടായിട്ട് ഇതിൻ്റെ ഞരമ്പൊക്കെ പൊട്ടി പോകുമെന്ന് പേടിക്കുന്ന വേണ്ട. ഇത് 20 ദിവസവും നമുക്ക് ഫലം കണ്ടു തുടങ്ങാം. ഇത് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ അതാത് പുഷ്ടിയെയും നാഡീഞരമ്പുകളെയൊക്കെ ഉത്തേജിപ്പിച്ച് വരാനുള്ള ടൈമാണിത്. ഈ ടൈമിന് നമ്മളിപ്പോൾ നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാൽസ്യം മുതൽ ഒരുപാട് പോഷകങ്ങൾ കുറവുള്ള ആഹാര പദാർത്ഥങ്ങളാണ് നമ്മളിന്ന് കഴിക്കുന്നത്. പക്ഷേ പേരുകൊണ്ട് ഇന്ന് പഴയ കാലത്തെ കഞ്ഞിയും ചോറും അല്ല. ഇന്ന് ഭയങ്കര എന്താ പറയുക, ഫ്രൈഡ് റൈസ്, മറ്റേ റൈസ്, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ ഇംഗ്ലീഷിലുള്ള ചൈനീസ് ഫുഡിന്റെ പേരൊക്കെയാണ്. പക്ഷെ പണ്ടത്തെ കഞ്ഞിവെള്ളത്തിന്റെയും കൊള്ളിക്കിഴങ്ങ് പുഴുങ്ങിയതിൻ്റെ ഒന്നും ഗുണസ്യം ഇതിലില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാര്യം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇതൊരു വീക്കാണ്. പിന്നെ ഇതിന് മറ്റൊരു ഇതുണ്ട്. കൊള്ളിക്കിഴങ്ങും മീൻകറി അല്ലെങ്കിൽ മത്സ്യമാംസങ്ങളോ കടലയൊക്കെ ഇട്ടിട്ട് ഈ മത്തോക്ക് എന്ന് ചിലർ പറയും, മരച്ചീനി എന്ന് പറയും, ചിലടത്ത് കൊള്ളിക്കിഴങ്ങ് എന്ന് പറയും. ഈ സാധനത്തിന് ഭയങ്കര എഫക്റ്റാണ് ലൈംഗിക പവറിന്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. പണ്ടത്തെ ആൾക്കാരെ കമ്പയർ ചെയ്തിരുന്നല്ലോ, പണ്ടത്തെ ആൾക്കാരെ ശക്തി, പണ്ടത്തെ ആൾക്കാരെ ഇത് എന്നൊക്കെ പറഞ്ഞിരുന്നത്
അന്നത്തെ ഏറ്റവും കൂടുതൽ ഒരു വീട്ടിൽ ഒരാഴ്ചയിൽ 3 ദിവസമെങ്കിലും ഈ കൊള്ളിക്കിഴങ്ങ് പുഴുങ്ങി തിന്നാത്ത വീടില്ല. കാരണം ഒന്നെങ്കിൽ ഉപ്പേരിയാവും, ഇല്ലെങ്കിൽ ചായക്ക് കടിക്കാനാവും, അല്ല പലഹാരമായിട്ട് കൊള്ളിക്കിഴങ്ങാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്ടമുണ്ടാക്കി ഈ മീൻതലയും ഇതൊക്കെ കൂട്ടിയിട്ട് വേറൊരു സാധനം ഉണ്ടാക്കി കഴിക്കും. അങ്ങനെ പല തരത്തിലും ഇത് കഴിക്കുന്ന വീടുകളായിരുന്നു പഴയ കാലത്ത്. അത് ഭയങ്കര കരുത്താണ് ഇതിന്. പക്ഷെ ഇന്ന് പഴയ ഫുഡ് ആൾക്കാർ വീട്ടിൽ നിന്ന് കഞ്ഞിവെള്ളം കുടിക്കില്ല, റെസ്റ്റോറൻറ്റിൽ പോയിട്ട് റൈസ് സൂപ്പ് ഒരെണ്ണം വരട്ടെ എന്ന് പറഞ്ഞിട്ട് 50-100 കൊടുത്ത് മേടിച്ച് കുടിക്കും. വീട്ടിൽ കഞ്ഞിവെള്ളമുള്ളതാണ് കുടിക്കൂല. പക്ഷെ അതുപോലെ ഒരു പൊങ്ങച്ചത്തിന്റെ ലെവലിലേക്ക് മാറിയപ്പോൾ കൊള്ളിക്കിഴങ്ങൊക്കെ പുഴുങ്ങി തിന്നാന്ന് പറഞ്ഞാൽ കുറച്ചിൽ പോലെയായി ആൾക്കാർക്ക്. അയ്യോ കൊള്ളിയാണോ ഇന്ന് കഴിക്കാൻ, അയ്യോ ഞങ്ങൾ ഇന്ന് മറ്റേത് ഉണ്ടാക്കി എന്നൊക്കെ പറയും. അപ്പൊ അങ്ങനത്തെ ഒരു കാലത്തിലേക്ക് മാറിയിട്ടുണ്ട്. അവനാന്റെ ആരോഗ്യവും ഹെൽത്തും സുഖവും സന്തോഷവും ഈ പൊങ്ങച്ചത്തിന് വേണ്ടി കളഞ്ഞിട്ട് വെറുതെ ഉലക്കി മിണിങ്ങിയ പോലെ പിണ്ണാക്കന്മാരായിട്ട് നടക്കുന്ന ആൾക്കാർ പറയും. അപ്പൊ ഇതൊക്കെ വിട്ടിട്ട് നമുക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പരിഹരിക്കാനുള്ള പരിപാടിയും പദ്ധതിയൊക്കെ നമ്മളെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് യാതൊന്നും വിചാരിക്കേണ്ട. നമ്മുടെ നമ്പറിൽ വാട്സപ്പിൽ അയക്കും. ഫോൺ ചെയ്ത് എപ്പോഴും എടുക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ വെച്ചാൽ പേഷ്യൻസ് ഉണ്ടാവും, ജോലിസ് നോക്കാൻ വന്നിട്ടുണ്ടാവും, ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇതിൻ്റെയൊക്കെ ഇടയിൽ എന്തെന്ന് പറയുക, നമ്മൾ എത്ര ചിറ്റ ഫോൺ എടുക്കുന്നത് 110-120 ഫോണൊക്കെ നമ്മൾ ഡെയിലി എടുക്കുന്നുണ്ട്. പിന്നെ പറഞ്ഞത് പെൻഡിങ് എടുക്കും. പിന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു തരത്തിലും നിങ്ങളുടെ പൈസ പോവില്ല. നിങ്ങൾ ഇത് നമ്മൾ COD ആയിട്ട് അയച്ചായിരുന്നു. ഇപ്പൊ COD അയക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പോസ്റ്റ്മാൻ നിങ്ങളെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി നമ്മളിൽ തരുന്നതിന് അത് പോസ്റ്റ് ഓഫീസ് കമ്മീഷൻ പിടിക്കും. ഇത് മന്ത്ലി 1 days ആണ് ഇത് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളെ പോസ്റ്റ് ഓഫീസിൽ ചെക്ക് വരും ഹെഡ് ഓഫീസിലേക്ക്, അവിടേക്ക് ഞാൻ പോയിട്ട് മാറണം. അപ്പൊ അതുകൊണ്ട് ആ പരിപാടി ഞാൻ നിർത്തി. പിന്നെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും, ആ നേരത്തെ പൈസ എല്ലാം വെച്ചെങ്കിൽ പിന്നെ എന്ന് പറയും അത് പോസ്റ്റ്മാൻ റിട്ടേൺ വരും. ഇത് കൊറിയർ ചാർജിന് മാത്രം എനിക്ക് 60 രൂപ ചിലവാണ്. ഈ പെട്ടിക്കൂടൻ അടുപ്പിച്ചത് 15 രൂപ 20 രൂപ ഒരു പെട്ടിക്ക് വരുന്നുണ്ട്. പിന്നെ അതിന്റെ പാർസൽ ചാർജും. അപ്പൊ എന്തായി, എനിക്ക് ഈ സാധനം കൊറിയർ അയക്കാം. അപ്പോൾ ഒരാൾ ഓർഡർ ചെയ്യാൻ മാത്രം വെറുതെ നല്ല എഴുതി വിട്ടിട്ട് ഞാൻ ഈ സാധനമൊക്കെ അയച്ചു കൊടുത്തിട്ട് സാധനം റിട്ടേൺ വന്ന് എനിക്ക് പോകുന്നത് 80 രൂപയാണ്. അപ്പോൾ ആ പരിപാടിയില്ല. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പൈസ ഞാൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കയ്യിൽ എത്തുന്നത് വരെയുള്ള ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കും. ചിലപ്പോൾ 3ന്റെ അന്ന് കിട്ടണത് 4 അയക്കാം, 5 അയക്കാം. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് പോവില്ല. അതാണ് നമ്മളെ മറ്റൊരു കാര്യം. പോസ്റ്റ് ഓഫീസിൽ നിന്നായതുകൊണ്ട് നിങ്ങളെ വീടും കൊറിയർ ഓഫീസും തമ്മിൽ 15 കിലോമീറ്ററിൻ്റെ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ പോസ്റ്റ് ഓഫീസിൽ നിന്ന് നമ്മളെ വിളിക്കും, അവിടെ കൊടുന്ന് തരും, ഇല്ലെങ്കിൽ നിങ്ങൾ വന്ന് വാങ്ങിക്കോളൂ എന്ന് പറയും. എന്ന് വെച്ചാൽ 1.5 കിലോമീറ്റർ നടക്കാവുന്ന വഴിയേ ഉണ്ടാവുള്ളൂ. മറ്റേത് എവിടെ വണ്ടി എടുക്കണം, പിള്ളേരെ വിളിക്കണം, അത് കെട്ടിച്ചിറ്റി പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വളരെയധികം ദൂരത്തേക്ക് വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടുള്ള സൗകര്യമൊക്കെ മാറ്റി ഈ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു തരുന്നുണ്ട്. ആവശ്യമുള്ളവരോ പ്രശ്നമുള്ളവരോ പ്രശ്നമില്ലാത്തവർ ഇനി പ്രശ്നം ഉണ്ടാവണ്ടാച്ചിട്ടും കഴിക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ മക്കൾക്ക് നെഞ്ഞു കൂരച്ച കുട്ടികൾ, തടി വയ്ക്കാത്ത കുട്ടികൾ, ഉഷാറില്ലാത്ത കുട്ടികൾ, ഉന്മേഷമില്ലാത്ത കുട്ടികൾ, ഇവർക്കൊക്കെ കഴിക്കാൻ പറ്റും. ഇത് നമ്മൾ നാച്ചുറലായിട്ട് ഇത് ആരോഗ്യത്തിന് വേണ്ടിയിട്ട് കഴിക്കുന്ന. ഈ ജിമ്മിന് പോകുന്നവരൊക്കെ കഴിച്ചിട്ട് അവിടെ ഇങ്ങനെയൊക്കെ കല്ലത് നിൽക്കും. ഒരു പ്രോട്ടീൻ പൗഡർ ഒന്ന് കഴിക്കുന്നതിനേക്കാൾ എഫക്റ്റീവായിട്ട് നല്ലൊരു ഇത് കിട്ടും. അത് നല്ല തന്നെ ശരീരത്തിന് ഇതൊക്കെ വളരാനും ഹെൽത്ത് ഉണ്ടാവാനൊക്കെ നല്ലതാണ്. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സംഭവമാണ് നമ്മുടെ അശ്വഗന്ധ കൽപ്പചൂർണവും വാജീകരണാദി തൈലവും. നാഡീഞരമ്പുകളെ മസിലുകളെ ഒക്കെ ഉത്തേജിപ്പിച്ച് അതിൻ്റെതായ പരിപൂർണതയിലേക്ക് എത്താനും കുതിരശക്തി എന്ന് പറയുന്നതും അതിൻ്റെ പൗരുഷം എന്ന് പറയുന്നതൊക്കെ പൂർണ്ണമായും കിട്ടുന്ന ഒരേ ഒരു അവസാന വാക്ക് എന്നൊക്കെ പറയാവുന്ന സാധനം അത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതന്നെ ആൾക്കാർ പല പല പേരിൽ ഇറക്കുന്നുണ്ട്. അത് ഗുളികയായിട്ടും മറ്റേതായിട്ടും എക്സ്ട്രാക്റ്റാണ്, അതിൻ്റെ സത്ത് എടുത്താന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. ഈ സത്ത് എടുത്തതിൻ്റെ വില എന്ന് പറയുന്നത് ഇത്ര പോകുന്ന സാധനം ഈ അത്തർ കുപ്പി പോലത്തെ സാധനമൊക്കെ മേടിക്കുന്നത് 1000 രൂപയ്ക്കാവും. അതിവിടെ കൊടുത്തു വെച്ചാൽ നമ്മളെ വിക്സിന്റെ പറ്റേ പോലെ ചുട്ട് നേരിട്ട് ആ സാധനം ഉണ്ടാവും. അപ്പൊ അതൊക്കെ വിട്ടോളെ, ഇതോ എന്ന് നിങ്ങൾ കഴിച്ചു നോക്കിക്കോളെ. അപ്പൊ അതുപോലെ വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ളതും വൈദ്യപരമായിട്ടുള്ളതാണ് നമ്മുടെ സ്ഥാപനം. തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്ത് നിന്ന് വടക്കേക്കാട് പഞ്ചായത്തിലെ അഞ്ഞൂര് നമ്പീശമ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മൾ ആദ്യം ഉണ്ടായിരുന്നത് നായരങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അവിടെ നിന്നും ഈ അഞ്ഞൂര് നമ്പീശമ്പടിയിലേക്ക് മാറിയിട്ട് 11 വർഷമായിട്ടുണ്ട്. ഒരു 20-30 വർഷത്തോളമായിട്ട് മാന്ത്രികം ജ്യോതിഷം വൈദ്യം എന്ന ചികിത്സയുടെയും ഒക്കെ ഫീൽഡിലാണ് നമ്മൾ ചെയ്യുന്നത്. രജിസ്റ്റർ പരമായിട്ട് നമ്മൾ മർമ്മ ചികിത്സ വൈദ്യൻ എന്നാണ് നമുക്ക് സർട്ടിഫിക്കറ്റ്. നമുക്ക് ചെയ്യുന്നതും നമുക്ക് മാറാവുന്ന രോഗങ്ങൾക്കുള്ള ചികിത്സ മാത്രമേ നമ്മൾ ഏറ്റെടുക്കാറുള്ളൂ. അല്ലാതെ നമ്മളെ മരുന്ന് കുറച്ച് കയ്യിലുണ്ടിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞ ആൾക്കാരെ പിടിപ്പിച്ച് നമ്മൾ ചക്രം തിരിക്കുന്ന പരിപാടിയില്ല.
നമ്മൾ ഇതുവരെ ഞാൻ വൈദ്യപരിശോധനയ്ക്ക് പൈസയും വാങ്ങിയിട്ടില്ല, ഫീസ് വാങ്ങിയിട്ടില്ല, ഇത്രയും വർഷമായിട്ട് വാങ്ങിയിട്ടില്ല, ഇനി വാങ്ങൂല. പിന്നെ MRP മരുന്നിന്, കമ്പനി മരുന്നിന് 10% ഡിസ്കൗണ്ട് കൊടുത്തുകൊണ്ടാണ് ഇതുവരെ നമ്മുടെ വൈദ്യശാല നിലനിന്ന് വന്നിട്ടുള്ളത്. അതാണ് നമ്മുടെ കേരളത്തിലോ ഇന്ത്യയിൽ തന്നെ ഗവൺമെൻറ് സ്ഥാപനത്തിലല്ലാതെ പ്രൈവറ്റ് സ്ഥാപനത്തിൽ 10% മരുന്നിന് വിലക്കുറവിൽ ഒരു മനുഷ്യ കുട്ടി കൊടുത്തിട്ടുണ്ടാവില്ല എന്നുള്ളത് ഞാൻ 100 അടിവരട്ട് പറഞ്ഞുതരാം. അപ്പോൾ അതാണ് ലാഭം കുറയ്ക്കുക, ജനങ്ങൾക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു ഹെൽപ്പ് ചെയ്തു കൊടുക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ലക്ഷ്യം, ഉദ്ദേശം. അതിൽ കൂടെ ചെറിയ രീതിയിലുള്ള ലാഭം കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതും. അപ്പോൾ വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് അപ്ലോഡ് ചെയ്യാറ്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ.